നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നേച്ചർ ഓഫ് ദി യു വി വിസിബിൾ സ്പെക്ട്രം. യു വി വിസിബിൾ റേഡിയേഷൻ അബ്സോർബ് ചെയ്താൽ അവിടെ ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ മാത്രമല്ല സൈമൾട്ടേനിയസ് ആയിട്ട് വൈബ്രേഷണൽ ആൻഡ് റൊട്ടേഷണൽ എക്സൈറ്റേഷനും നടക്കുന്നുണ്ട്. വൈബ്രേഷണൽ ട്രാൻസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്നൽ റൊട്ടേഷണൽ ലൈൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു ബാൻഡ് ഫോം ചെയ്യുന്നു. So each signal corresponding to an electronic transition is a superposition of such bands. So vibrational transition tend to produce a coarse structure and the rotational transition a fine structure on the spectra of electronic transitions. Rotational എന്ന് പറയുന്ന ഒരു ഫൈൻ സ്ട്രക്ചർ ആയിരിക്കും, വൈബ്രേഷണൽ എന്ന് പറയുന്ന ഒരു കോഴ്സ് സ്ട്രക്ചർ ആയിരിക്കും. നമുക്ക് കിട്ടുന്ന സ്പെക്ട്രം എന്ന് പറയുന്നത് സൂപ്പർ പൊസിഷൻ ഓഫ് ദീസ് 3 ബാൻഡ്സ് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ അത് സെപ്പറേറ്റ് ആയിട്ട് റിസോൾവ് ചെയ്ത് കിട്ടും. ഏതിലെ? ഇൻ ഗ്യാഷ്യസ് സാമ്പിൾസ്. സോ സ്പെക്ട്ര ഓഫ് ഗ്യാഷ്യസ് സാമ്പിൾസ് ആർ ദസ് വെരി കോംപ്ലിക്കേറ്റഡ് ബട്ട് റിച്ച് ഇൻ ഇൻഫോർമേഷൻ. 3 ലൈൻസും സെപ്പറേറ്റ് ആയിട്ട് റിസോൾവ് ചെയ്ത് കിട്ടുമ്പോൾ വെരി കോംപ്ലിക്കേറ്റഡ് സ്പെക്ട്രം ആയിരിക്കും. പക്ഷേ നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് ആ സ്പെക്ട്രത്തിൽ നിന്നും ലഭിക്കും. In the case of liquid and solid samples, the lines usually merge together and forms a broad band. This is an example for a simple UV spectrum of a substance in solution. Here, lambda maximum is the wavelength of maximum absorption. ഇവിടെ പ്ലോട്ട് ചെയ്തത് വേവ് ലെങ്ത് വി എസ് അബ്സോർബൻസ് ആണ്. അതേപോലെ അബ്സോർബൻസിന് പകരം വേവ് ലെങ്ത് വി എസ് മോളാർ എക്സ്റ്റിങ്ഷൻ കോഎഫിഷ്യൻ്റ്, ദാറ്റ് ഇസ് എപ്സിലോൺ, അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്? സ്പെക്ട്രം പ്ലോട്ട് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ക്രോമോഫോർ ആൻഡ് ഓക്സോക്രോം. ഫസ്റ്റ് നമ്മൾ ക്രോമോഫോർ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ഗ്രീക്ക് വേർഡ്. ക്രോമോ മീൻസ് കളർ, ഫോറോസ് മീൻസ് ബിയറർ. സോ കളർ ബിയറർ. Chromophore is defined as any isolated covalently bonded group that shows a characteristic absorption of electromagnetic radiation in the UV or visible region. സെൽഫായിട്ട് തന്നെ യു വി വിസിബിൾ റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യുന്ന ഐസൊലേറ്റഡ് ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ് എന്ത്? ക്രോമോഫോർ എന്ന് പറയുന്നത്. ക്രോമോഫോർ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിന് പറയുന്നതാണ് ക്രോമോജൻ. എക്സാമ്പിൾസ് ആണ് സി ഡബിൾ ബോണ്ട് സി, സി ഡബിൾ ബോണ്ട് ഒ, NO2, CN, N double bond N, etc. 2 type chromophores. First, the group which contain a pi electron. Second one, the group which contain both pi and n electrons. pi electrons മാത്രം കണ്ടെയ്ൻ ചെയ്ത ഗ്രൂപ്പിൽ ഏത് ട്രാൻസിഷനാണ് നടക്കുന്നത്? pi to pi star ട്രാൻസിഷൻസ്. pi ഇലക്ട്രോണും n ഇലക്ട്രോൺസും ഉള്ള കോമ്പൗണ്ട്സിൽ നടക്കുന്ന ട്രാൻസിഷൻ N to pi star ആൻഡ് pi to pi star ട്രാൻസിഷൻ. 2 ട്രാൻസിഷൻസിനും പോസിബിലിറ്റി ഉണ്ട്. നെക്സ്റ്റ് ഓക്സോക്രോം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എനി ഗ്രൂപ്പ് വിച്ച് ഡസ് നോട്ട് ഇറ്റ്സെൽഫ് ആക്ട് ആസ് എ ക്രോമോഫോർ ബട്ട് ഹൂസ് പ്രസൻസ്, ദാറ്റ് ഈസ് വെൻ ഇറ്റ് അറ്റാച്ച്ഡ് ടു എ ക്രോമോഫോർ brings about a shift of the absorption band towards the red end of the spectrum, that is longer wavelength. അതായത് ഓക്സോക്രോം ഇറ്റ്സെൽഫ് ഒരു ക്രോമോഫോറായിട്ട് ആക്ട് ചെയ്യുന്നില്ല. പക്ഷേ ഒരു ക്രോമോഫോറുമായിട്ട് ഈ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുമ്പോൾ ആ ക്രോമോഫോറിന് ഓൾറെഡി ഒരു ലാംഡ മാക്സിമം ഉണ്ടാകും. പക്ഷേ ഇത് അറ്റാച്ച് ചെയ്താൽ ഇത് എന്ത് ചെയ്യും? ആ ലാംഡ മാക്സിമം ഒന്നും കൂടെ ഇൻക്രീസ് ചെയ്യും, ലോങ്ങർ വേവ് ലെങ്ത്തിലേക്ക് മാറും. അതാണ് റെഡ് എൻഡ് ഓഫ് ദി സ്പെക്ട്രം എന്ന് പറയുന്നത്. റെഡ് എന്ന് പറഞ്ഞാൽ ലോങ്ങർ വേവ് ലെങ്ത് ആണ് അല്ലേ? വിബ്ജി ഓർ നമുക്കറിയാം വി ആണ് ഷോർട്ടർ വേവ് ലെങ്ത്, റെഡ് ആണ് ലോങ്ങർ വേവ് ലെങ്ത്. ക്രോമോഫോർ പ്ലസ് ഓക്സോക്രോം എന്ത് ഫോം ചെയ്യും? എ ന്യൂവർ ക്രോമോഫോർ. ഓക്സോക്രോം ഈസ് എ കളർ എൻഹാൻസിങ് ഗ്രൂപ്പ്. ക്രോമോഫോറിൻ്റെ കളർ എൻഹാൻസ് ചെയ്യുന്ന ഗ്രൂപ്പാണ് എന്ത്? ഓക്സോക്രോം. The effect is due to its ability to extend the conjugation of a chromophore by sharing the non-bonding electrons. The new chromophore that is formed, അതായത് ഒരു ക്രോമോഫോറിലേക്ക് ഒരു ഓക്സോക്രോം അറ്റാച്ച് ചെയ്തിട്ട് ഒരു പുതിയൊരു ക്രോമോഫോർ ഉണ്ടായിട്ടുണ്ടല്ലോ, അതിന് it will have a different value of absorption maximum as well as the extinction coefficient. ക്രോമോഫോറിനെ
അപേക്ഷിച്ച് ഇതിന് ഒരു ന്യൂ ലാംഡ മാക്സിമം വാല്യൂ ആയിരിക്കും ഉണ്ടാവുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ബെൻസീനിൻ്റെ ലാംഡ മാക്സിമം വാല്യൂ 255 നാനോമീറ്റർ ആണ്. സെക്കൻഡ് കോമ്പൗണ്ട് അനിലിൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ലാംഡ മാക്സിമം 280 നാനോമീറ്റർ ആണ്. സോ ദ ഓക്സോക്രോം ഗ്രൂപ്പ് ഈസ് NH2. അതായത് ബെൻസീൻ അനിലിനായിട്ട് മാറുമ്പോൾ അവിടെ ഒരു NH2 ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? ലാംഡ മാക്സിമം 255 നിന്നും 280 കൺവേർട്ട്. അതായത് ഫസ്റ്റ് കേസിനേക്കാളും ലോങ്ങർ വേവ് ലെങ്ത് ആണ് സെക്കൻഡ് കേസിൽ വരുന്നത്. അതർ എക്സാമ്പിൾസ് ഓഫ് ഓക്സോക്രോം ഗ്രൂപ്പ്സ് ആർ OHA, ORA, NH2, NHR, NR2, SH, etc. ഒരു ക്രോമോഫോറിൽ ഒരു ഓക്സോക്രോം അറ്റാച്ച് ചെയ്യുമ്പോൾ ലാംഡ മാക്സിമത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഇതാണ്. അതായത് ലോങ്ങർ വേവ് ലെങ്ത്തിലേക്ക് അത് കൺവേർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് സബ്സ്റ്റിറ്റ്യൂവൻ്റ് എഫക്ട്സ് ഓൺ എ ക്രോമോഫോർ ആണ്. pH changes, solvent effects, substitution of a hydrogen in a chromophoric group by certain groups, etc. often cause a shift in the position and intensity of absorption peaks. അതായത് pH ചേഞ്ചസ്, സോൾവെൻ്റ് എഫക്ട്സ് ഇതൊക്കെ ക്രോമോഫോറിൻ്റെ അബ്സോർപ്ഷൻ പീക്കിൻ്റെ പൊസിഷനിലും ഇൻറ്റൻസിറ്റിയിലും ഒരു ഷിഫ്റ്റ് ഉണ്ടാവുന്നതിന് കാരണമാകുന്നുണ്ട്. There are 4 types of such shift. First one, bathochromic shift or red shift. Second, hypsochromic shift or blue shift. Third one, hyperchromic effect. Fourth one, hypochromic effect. ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ലാംഡ മാക്സിമം ലോങ്ങർ വേവ് ലെങ്ത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന കേസാണ് റെഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ബ്ലൂ ഷിഫ്റ്റിൻ്റെ കേസിലോ ലാംഡ ഷിഫ്റ്റ് ടു ഷോർട്ടർ വേവ് ലെങ്ത്ത്. വേവ് ലെങ്ത് ഷോർട്ടർ ആവുക എന്ന് വെച്ചാൽ ഹയർ എനർജി, വേവ് ലെങ്ത് ലോങ്ങർ ആവുക എന്നാൽ ലോവർ എനർജി. നമുക്കറിയാം അല്ലേ, ലാംഡ ഈക്വൽ ടു C/ν. നെക്സ്റ്റ് ഹൈപ്പർ ക്രോമിക് എഫക്റ്റ്. ഹൈപ്പർ ക്രോമിക് എഫക്റ്റ് എന്നാൽ സോൾവെൻ്റ് എഫക്റ്റ്, pH ചേഞ്ച്, അങ്ങനെ ഏതെങ്കിലും ഒരു എഫക്റ്റ് കൊണ്ട് ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന കേസ്. ഇൻറ്റൻസിറ്റി ഡിക്രീസ് ചെയ്യുന്ന കേസാണ് എന്ത്? ഹൈപ്പോക്രോമിക് എഫക്റ്റ്. അതായത് മോളാർ എക്സ്റ്റിങ്ഷൻ കോഎഫിഷ്യൻ്റ് അല്ലെങ്കിൽ മോളാർ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നു. മോളാർ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് എന്നാൽ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ ഇൻറ്റൻസിറ്റി ഓഫ് അബ്സോർപ്ഷൻ ആണല്ലോ. സോ ഡ്യൂ ടു സം എഫക്ട്സ് എപ്സിലോൺ വാല്യൂ ഇൻക്രീസസ് ഓർ ഡിക്രീസസ്. ബാത്തോക്രോമിക് ഷിഫ്റ്റിന് ഒരു എക്സാമ്പിളാണ് N to pi star transition for carbonyl compounds experiences bathochromic shift when the polarity of the solvent is decreased. സോൾവെൻറ്റിൻ്റെ പൊളാരിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ ഒരു N to pi star ട്രാൻസിഷൻ നടക്കുന്നുണ്ട് കാർബോണിൽ കോമ്പൗണ്ട്സിൽ. അത് ബാത്തോക്രോമിക് ഷിഫ്റ്റിന് എക്സാമ്പിളാണ്. അതേപോലെ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ബെൻസീന് അനിലീനായിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന ഷിഫ്റ്റ്, അതും ഒരു ബാത്തോക്രോമിക് ഷിഫ്റ്റിന് എക്സാമ്പിളാണ്. ബ്ലൂ ഷിഫ്റ്റ് ഉണ്ടാവുന്നത് ചേഞ്ച് ഓഫ് സോൾവെൻറ്റ് ടുവേർഡ്സ് ഹയർ പൊളാരിറ്റി ഓർ റിമൂവൽ ഓഫ് കോൺജുഗേഷൻ. നേരത്തെ റെഡ് ഷിഫ്റ്റിൻ്റെ കേസിൽ പൊളാരിറ്റി ഡിക്രീസ് ചെയ്യുമ്പോഴായിരുന്നു. ബ്ലൂ ഷിഫ്റ്റ് ഉണ്ടാവുന്നത് പൊളാരിറ്റി ഇൻക്രീസ് ചെയ്യും സോൾവെൻറ്റിൻ്റെ. അനിലിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു ലാംഡ മാക്സിമം 280 നാനോമീറ്റർ ആണ്. അതായത് അവിടെ കോൺജുഗേഷൻ ഓഫ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഓഫ് നൈട്രജൻ വിത്ത് ബെൻസിൻ റിങ്. നൈട്രജനിലുള്ള ലോൺ പെയർ ബെൻസിൻ റിങ്ങുമായിട്ട് കോൺജുഗേഷൻ ഉണ്ട്. എന്നാൽ അസിഡിക് സൊല്യൂഷനിൽ അനിലിന് C6H5NH3+ ആയിട്ട് മാറുന്നു. അതായത് അനിലിനിയം അയോണായിട്ട് മാറുന്നു ഡ്യൂ ടു ദ റിമൂവൽ ഓഫ് കോൺജുഗേഷൻ ഓർ റിമൂവൽ ഓഫ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. സോ അബ്സോർപ്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് ലോവർ വേവ് ലെങ്ത് 203 നാനോമീറ്റർ. ഹൈപ്പർക്രോമിക് ഷിഫ്റ്റിൽ epsilon maximum shift to higher value and increases the intensity of an absorption band. അതിനൊരു എക്സാമ്പിളാണ് ഫിനോക്സൈഡ് അയോണായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇവിടെ എപ്സിലോൺ മാക്സിമം ചേഞ്ചസ് ഫ്രം 6200 to 9200 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഹൈപ്പോക്രോമിക് ഷിഫ്റ്റിലെ എപ്സിലോൺ മാക്സിമം ചേഞ്ചസ് ടു ലോവർ വാല്യൂ ആൻഡ് കോസസ് ഡിക്രീസ് ഇൻ ദ ഇൻറ്റൻസിറ്റി. എക്സാമ്പിളാണ് ബെൻസോയിക് ആസിഡ് ടു ബെൻസോയേറ്റ് അയോൺ. ഇവിടെ എപ്സിലോൺ മാക്സിമം കൺവേർട്ട് ചെയ്യുന്നത് 11600 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ടു
8700 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഈ ഒരു ഫിഗറിൽ 4 ഷിഫ്റ്റ്സും കാണിക്കുന്നുണ്ട്. ലാംഡ മാക്സിമം നിങ്ങൾ കണ്ടു. ദെൻ ഫസ്റ്റ് റെഡ് ഷിഫ്റ്റ് എന്താണെന്ന് നോക്കാം. റെഡ് ഷിഫ്റ്റ് എന്ന് വെച്ചാൽ വേവ് ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യുന്ന കേസാണ്, അതായത് ആരോ മാർക്ക് ലോങ്ങർ വേവ് ലെങ്ത്തിലേക്കാണ്. ബ്ലൂ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത്ത് ഡിക്രീസ് ചെയ്യുന്ന കേസാണ്, അതായത് ഷോർട്ടർ വേവ് ലെങ്ത്തിലേക്കാണ് ആരോ മാർക്ക്. ഹൈപ്പർ ക്രോമിക് ഷിഫ്റ്റ് എന്ന് വെച്ചാൽ ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന കേസാണ്. ആരോ മാർക്ക് മുകളിലേക്കാണ്. ലാംഡ മാക്സിമം സെയിം തന്നെയാണ്, ബട്ട് അബ്സോർബൻസ് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദെൻ ഹൈപ്പോക്രോമിക് ഷിഫ്റ്റ് ആരോ മാർക്ക് താഴേക്ക്. ലാംഡ മാക്സിമം ഇവിടെയും സെയിം, ബട്ട് the value of absorbance will change. This is the brief description of 4 shift and effects.